വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 2017 കുടുംബശ്രീ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരായിരുന്ന SA ആസാദ്, K അജിത് കുമാർ ഉൾപ്പെടെ 5 പേർക്കെതിരെ SC/ST ആക്ട് പ്രകാരം നൽകിയ കേസിൽ പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് പ്രത്യേക കോടതി വെറുതെ വിട്ടു. കഴിഞ്ഞ 8 വർഷക്കാലമായുള്ള CPMന്റെ വേട്ടയാടലാണ് അവസാനിച്ചതെന്ന് SA ആസാദ് പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരായിരുന്ന SAA ആസാദ്, K അജിത് കുമാർ, TV സണ്ണി, ബുഷറ റഷീദ്, ഷീജ എന്നിവർക്കെതിരെ നൽകിയിരുന്ന കേസിലാണ് തൃശൂർ പ്രത്യേക കോടതി കുറ്റക്കാരില്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. 2017 കുടുംബശ്രീ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് SC/ST വകുപ്പുകൾ ഉൾപ്പെടുത്തി തങ്ങൾക്കെതിരെ കള്ളക്കേസ് നൽകിയതെന്നും 8.5 വർഷക്കാലമായി നീണ്ട വലിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കുറ്റവിമുക്തരായി കോടതി വിധിച്ചതെന്നും SAA ആസാദ് പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭ കൗൺസിലർമാരായിരുന്ന ഞാനും K അജിത് കുമാറും TV സണ്ണിയും ബുഷറ റഷീദും സിന്ധു സുബ്രഹ്മണ്യനും ഷീജയും സ്മിതയുമായുള്ള ഒരു കേസ് 2017 കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ വടക്കാഞ്ചേരി ടൗണിലെ കുടുംബശ്രീകളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ 2017 രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് SC/ST കേസെടുത്ത് ഞങ്ങളെ 8.5 കൊല്ലമായി, കഴിഞ്ഞ 8.5 വർഷക്കാലമായി 2017 മുതൽ 2026 ജൂലൈ 13 വരെ 8.5 വർഷക്കാലം നീണ്ട ഒരു വലിയ പോരാട്ടം നടത്തിയ ഒരു കേസ് നിലവിലുണ്ടാവുകയും ആ കേസ് ഇന്നലെ ഞങ്ങളെയൊക്കെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ കൗൺസിലർമാർക്ക്, പ്രതിപക്ഷ കൗൺസിലർമാരായ ഞങ്ങൾക്കെതിരെ SC/ST കേസാണ് എടുത്തത്. അത് തൃശ്ശൂർ ജില്ലയിലെ SC/ST കോടതി, സ്പെഷ്യൽ കോടതിയുടെ വിധിയാണത്. ആ കോടതിയിൽ പോലും കേസ് കൊടുത്ത് കള്ളസാക്ഷികളെ, CPMന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വേണ്ടി കള്ളസാക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ നടത്തിയ കേസ് നിലത്തോടുകൂടി പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു സന്തോഷ വാർത്ത തൃശ്ശൂരിലെ ഏറ്റവും നല്ല സീനിയർ അഭിഭാഷകനായ KM ഷാജഹാൻ്റെയും ശ്രീമതി ആതിര മുരളി ആണ് ഞങ്ങൾക്ക് കേസിന് വേണ്ടി വാദിച്ചത്. കേസ് 8.5 വർഷക്കാലം നീണ്ട ആ കേസ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഞങ്ങളെയൊക്കെ രാഷ്ട്രീയ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ആ രാഷ്ട്രീയ കേസും അവസാനിച്ചിരിക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത കൂടി ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.